മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സോളാർ വിവാദം വീണ്ടും കത്തിപ്പടരുമ്പോൾ ഇരുമുന്നണികളും പ്രതിരോധത്തിൽ. സമരം ഒത്തുതീർപ്പാക്കാൻ ആര് മുൻകൈയെടുത്തു എന്നതിൽ തർക്കമുണ്ടെങ്കിലും ചർച്ച നടന്നു എന്ന് ഇരുകൂട്ടരും സമ്മതിക്കുന്നു. അണികളോട് എങ്ങനെ മറുപടി പറയുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സോളാർ ചർച്ചകൾക്ക് വഴി തുറന്നു. ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ച് സംസാരിച്ചതാണ് സോളാർ സമരം ഒത്തുതീർപ്പിന്റെ തുടക്കമെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. LDFനെ പ്രത്യേകിച്ചും CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ. UDFനും പരിക്കേറ്റ തുറന്നുപറച്ചിലാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെത്. അതുകൊണ്ടുതന്നെയും ഇരുമുന്നണികളുടെയും നേതാക്കൾ കരുതലോടെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. പല പ്രധാനപ്പെട്ട നേതാക്കളും പ്രതികരണം നടത്തിയതുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്ന ക്യാപ്സ്യൂളുകളാവും നേതാക്കൾ ഇനി പറയുകയെന്ന് ഉറപ്പ്. സമരം ഇരുമുന്നണികളുടെയും ധാരണ പ്രകാരമാണ് അവസാനിച്ചതെന്ന് വ്യക്തമായി. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒത്തുതീർപ്പിന് ആര് മുൻകൈയെടുത്തുവെന്നാണ് പ്രധാന ചോദ്യം. ജോൺ ബ്രിട്ടാസിനെ മുൻനിർത്തി CPIM ആണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ജോൺ ബ്രിട്ടാസ് ഇക്കാര്യം നിഷേധിച്ച് ഒത്തുതീർപ്പിന് മുൻകൈയെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. തിരുവഞ്ചൂരാകട്ടെ നേരെ തിരിച്ചു. അന്ന് നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എന്ത് ധാരണയാണ് ഉണ്ടാക്കിയതെന്നാണ് മറ്റൊരു ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രകാലവും ഈ ഒത്തുതീർപ്പിനെക്കുറിച്ച് പുറത്തു പറയാത്ത ജോൺ മുണ്ടക്കയം ഇപ്പോൾ വെളിപ്പെടുത്തലുമായി വന്നതെന്തിനാണ്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയേക്കണമെന്നില്ല. എങ്കിലും അടുത്ത കുറച്ചു ദിവസത്തേക്ക് കേരള രാഷ്ട്രീയം വീണ്ടും സോളാറിൽ ചുറ്റിത്തിരിയും. 24 തിരുവനന്തപുരം.